ഓക്കെ അപ്പൊ എല്ലാവരും വരൂ. വഴിയൊന്നും മാറിട്ടാ. മറ്റേടത്ത് അടിച്ചല്ലേ എടുത്തുള്ള സോപ്പ് 360 കവർ വേണോ? കളഞ്ഞു ആ ബൈനകത്ത് അടിക്കണോ? സാനിറ്റൈസർ ആയാലും ഒന്നുണ്ട്. അത് ഇതിനകത്തുണ്ട്. എടുത്തോ. തൈലം. അങ്ങനെ നമ്മുടെ അഗസ്ത്യകൂടം ട്രക്കിങ്ങിൻ്റെ ലാസ്റ്റ് ദിവസമായ ഡേ 3 ഇന്നാണ്. അതിനായിട്ട് രാവിലെ എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി നിൽക്കുവാണ്. മൂപ്പം വടിയായിട്ട് നിൽക്കുന്നു. ആ ക്യാപ്പ് ഒഴിയ മൂപ്പന്റെ ശിഷ്യ ഗണങ്ങൾ തൈലം ഇടുന്നു. അങ്ങനെയൊക്കെ ഒരു കുഴപ്പമില്ല. ഞങ്ങള് രാവിലെ ഒന്ന് കറങ്ങാൻ പോയതാ. അവിടുന്ന് ചാടുമ്പോ കറക്റ്റ് എടുക്കായിരുന്നു. അപ്പൊ ചോദിക്കണം വെള്ളം. യശോദയാവാൻ എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. അയ്യോ അത് ശരിയാണ്, യശോദ വേണ്ടേ? അല്ല മറ്റേത് അല്ല മറ്റേത് അമ്മച്ചി ഒന്ന് നിൽക്കണേ. അത് വേണമെങ്കിൽ നോക്കാം. മറ്റേ മെയിൻ സാധനം എടുത്തില്ല. ഏത്? ആരും മൂപ്പനും കൂട്ടരും ഗ്രൂപ്പ് ഞാനും ഓക്കെ അപ്പൊ എല്ലാവരും വരൂ. അരിയൊക്കെ കൊണ്ടുവന്നുണ്ടാ സവാള. അങ്ങനെ ഫുഡ് ഉണ്ടാക്കി തന്നവരടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. കൃത്യം 8:15 ഇറങ്ങി. അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങളും പുറകെ വരുന്നുണ്ട്, പോയിക്കോ. അവർ നമ്മളെയൊക്കെ വെട്ടിച്ച് ഒരുപാട് ഫ്രണ്ടിൽ പോകുന്നതും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ആരും വയ്യായി ഒന്നും കാണിക്കരുത് വീഡിയോയിൽ. ഇതൊരു ടിപ്പ് വരുന്ന വഴിക്ക് ഒരു സങ്കടകരമായ കാഴ്ച കണ്ടു. നമ്മൾ നോക്കുമ്പോൾ ഒരു നായ ഓടി വരുന്നുണ്ട്. അതിൻ്റെ പുറകിൽ അവൻ്റെ യജമാനന്മാർ തലയിൽ ഫുള്ള് ചുമടുമായിട്ട് വരികയാണ്. അത് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം തലയിൽ ചുമന്നാണ് അവർ കൊണ്ടുവരുന്നത്. എല്ലാം ക്യാൻറ്റീനിലേക്കുള്ള വസ്തുക്കൾ, ഗ്യാസ് മുതലായ ഐറ്റങ്ങളെല്ലാം തലയിൽ ചുമന്നാണ് അവർ കൊണ്ടുവരുന്നത്. ഗ്യാസ് സിലിണ്ടർ ഫുള്ള്. ദൈവമേ, നമ്മുടെ വീട്ടിൽ സ്റ്റെപ്പ് കയറ്റി വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുക്കറി ഇടും രണ്ടുപേരെയും കൊണ്ട്. എടുത്ത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു, അവിടുത്തെ ക്യാൻറ്റീനിൽ ഭക്ഷണങ്ങൾക്കെല്ലാം വില കൂടുതലാണെന്നും മറ്റുമൊക്കെ. അവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. 5 കിലോയുള്ള ബാഗ് നമ്മൾ ചുമക്കാൻ വയ്യാതെ നമ്മൾ വേറെ ആൾക്കാരെടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഇത്രയും ഭാരമുള്ള സാധനങ്ങൾ അവർ തലയിൽ ചുമന്നാണ് കൊണ്ടിരുന്നത്. എഴുന്നേറ്റ് നിന്ന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് അവർക്ക്. വഴിയൊന്നും മാറിട്ടാ. കൊച്ചു പയ്യന്മാരും സ്ത്രീകളും എല്ലാവരും ഉണ്ടായിരുന്നു അത് കൂടുതൽ. കുറയ്ക്കാലോ. ഫസ്റ്റ് ക്യാമ്പെത്തി അല്ലേ? ഫസ്റ്റ് ക്യാമ്പല്ലേ? ദൂരെ നിന്നൊരു ബോർഡ് കണ്ടപ്പോഴത്തേക്കും ഫസ്റ്റ് ക്യാമ്പാണെന്ന് വിചാരിച്ചു. പക്ഷേ ക്യാമ്പല്ല അത്. ഇവിടെ നിന്നാണ് മെയിൻ ഇറക്കം തുടങ്ങുന്നത്. അതായത് വരുന്ന വഴിക്ക് കുത്തനെയുള്ള കയറ്റം ഇവിടെയാണ്. മുട്ടിടച്ചാമ്പാറ എന്നൊക്കെ പറയുന്ന ഈ ഭാഗത്താണ്. നല്ല സ്റ്റീപ്പാണിത്. പതുക്കെ നോക്കി ഇറങ്ങാം, അല്ലെങ്കിൽ കാലും വേനിക്കും. ഇന്നും ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ഇറങ്ങിയെങ്കിലും നമ്മൾ തന്നെയായിരുന്നു നൊട്ടോറിയസ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വഴിയെ എല്ലായിടത്തും നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് റീൽസൊക്കെ എടുത്ത് സ്ഥലങ്ങളൊക്കെ പരമാവധി എൻജോയ് ചെയ്താണ് വന്നത്. അപ്പോൾ നമ്മൾ എത്താനായിട്ട് ഏറ്റവും ലാസ്റ്റാണ് എത്തിയത്. അങ്ങനെ നമ്മൾ കൂടുതൽ നൊട്ടോറിയസായി മാറുകയായിരുന്നു ചെയ്തത്. കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആന ഇറങ്ങുകയും വടക്കം പൊട്ടിക്കുകയും വെടി പൊട്ടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ സ്പീഡാവും. ക്യാപ്റ്റൻ ബുദ്ധിമുട്ട് കാല് പിടിക്കുന്നുണ്ട്. എല്ലാം മീമാണ്, മൊത്തം മീമിനുള്ള സാധനങ്ങളാണ് ക്യാപ്റ്റന്റെ പോസുകൾ. ഇതൊക്കെ എന്ത് ഇവിടെ പിടിക്കണ്ടല്ലോ. മറ്റേ സാധനം എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അല്ല ചെറുതായിട്ട് പിടിക്കേണ്ടതേ ഉള്ളൂ.
ഇവിടെ ഉണ്ടായിരുന്നോ? കലയല്ല അവിടെ മനസ്സിലായി മനസ്സിലായി. നമ്മൾ മറ്റേ ഡെറ്റോളൊക്കെ അടിച്ചോണ്ടൊന്നും വരില്ലെന്ന്. കുണ്ടിയെല്ലാം പോച്ച് എന്ന് പറഞ്ഞ പോലെ കാലെല്ലാം പോച്ച് മാമാ. ഒരുപാട് ഹൈറ്റിൽ നിന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഈ സ്റ്റീപ്നെസ് മനസ്സിലാവാത്തതാണിത്. ശരിക്കും മുട്ടിടിച്ചാമ്പാറ തന്നെയാണ്. മുട്ടിടിച്ചാമ്പാറ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ കാൽമുട്ട് മുഖത്തിടിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡ്രോൺ ഷോട്ട് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി നിങ്ങൾക്ക് കാടിൻ്റെ ഭംഗി നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ കാണിച്ചു തരാമല്ലോ എന്ന് കരുതിയാണ് ഇതിങ്ങനെ ഡ്രോൺ ഷോട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്. ഇന്നും നമ്മുടെ റോക്കി ബായ് തോക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് റോക്കി ബായ് തോക്കെടുത്ത് പെരുമാറി. നമ്മൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴത്തേക്കും ഒരു ആന ഇറങ്ങിയായിരുന്നു. ആന ഇറങ്ങിയപ്പോഴത്തേക്കും നിർഭാഗ്യവശാൽ നമ്മൾ ഒരുപാട് പുറകിലായി പോയായിരുന്നു. അവരിപ്പോൾ ഫ്രണ്ടിലോട്ട് കയറി പോവും. അവിടെ വെച്ചിട്ട് ആന വന്നപ്പോഴത്തേക്കും പുള്ളി തോക്കെടുത്ത് പെരുമാറുകയോ അതോ പടക്കം പൊട്ടിക്കുകയോ എന്തോ ചെയ്തു. നമ്മൾ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. അങ്ങനെ ആനേനെ ഓടിച്ചു അവിടെ നിന്ന്. നമ്മളതിന് ശേഷം ഒരു ഗൈഡ് തിരിച്ച് വന്നിട്ട് അവരുടെ കൂടുതലാണ് തിരിച്ചു പോയത്. പടക്കം പൊട്ടുന്നതും കേട്ട് കുറച്ച് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഒരു ഗൈഡ് നമ്മളെ നോക്കി തിരിച്ചു വരുന്നതും കണ്ടു. അത്രേ നമ്മൾ കണ്ടുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ കരടി വന്നത് കണ്ടതായിട്ടൊരു തള്ളു തള്ളിയായിരുന്നു. അത് വെറും തള്ളായിരുന്നു. പക്ഷേ ഇത് ആന എന്ന് പറയുന്നത് ശരിക്കും വന്നതാണ്. ആന വരികയും പടക്കം പൊട്ടിച്ചതൊക്കെ നമ്മൾ കേട്ടതാണ്, കണ്ടില്ല നമ്മൾ. എല്ലാ സാധനങ്ങളും ഉള്ള ഒരു കാടാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. എല്ലാ ടൈപ്പ് മൃഗങ്ങളും ഉണ്ട്. സ്ഥിരമായിട്ട് ആൾക്കാർ കയറുക ഇറങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് അവർ അധികം വരാത്തതാണെന്നാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞത്. ഒറ്റക്കുന്നിലെത്തിയിരിക്കുകയാണ് ഗായ്സ് നമ്മൾ. ഇതൊരു വീഡിയോ ആ വ്യൂ ഒക്കെ ഇതിനകത്തുണ്ടാവും. Insta360 അങ്ങനെ ഒരു ഗുണമുണ്ട്. എല്ലാ ഫ്രെയിമിലും എല്ലാ വ്യൂവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് പിന്നെ എഡിറ്റ് ചെയ്താൽ മതി. അങ്ങോട്ട് നോക്കി അങ്ങോട്ട് ഇരിഞ്ഞില്ലേ? അങ്ങോട്ട് ഇരുന്നില്ല. അങ്ങോട്ട് ഇരുന്നില്ല. അങ്ങോട്ട് ഇരുന്നില്ല. അങ്ങോട്ട് ഇരുന്നില്ല. ഇവിടെ വന്ന് ഇവിടെ കുറച്ച് ഇങ്ങോട്ട് ചേട്ടൻ അങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് ഓക്കെ. നിങ്ങളാരും നോക്കാത്ത പൊസിഷനിൽ ഞാനും നോക്കിയിരിക്കാം. നമ്മുടെ Insta360 ബുള്ളറ്റ് ടൈം വ്യൂ കറക്കി എടുത്തതാണ്. പക്ഷേ അതിൻ്റെ മോഡ് ഓൺ ചെയ്യാൻ മറന്നുപോയി. പിന്നെ എഡിറ്റിങ്ങിൽ അത് സ്ലോ ഡൗൺ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ബുള്ളറ്റ് ടൈം ആക്കി മാറ്റിയതാണിത്. നമ്മൾ തിരുവനന്തപുരത്തുള്ള ജേർണി ക്രാഫ്റ്റിൻ്റെ കൂട്ടത്തിലാണ് ഈ ട്രിപ്പ് വന്നതെങ്കിൽ ഇത് വേറൊരു ടീമാണ് ഈ നിൽക്കുന്നത്. കേരള ട്രക്കേഴ്സ് നിന്ന് മലപ്പുറം ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ടീമാണിത്. നമ്മൾ പോകുന്ന വഴിക്ക് അവരെ പരിചയപ്പെടുകയായിരുന്നു ചെയ്തത്. അങ്ങനെയല്ല, ഇത് വേറെ സംഭവം വേറെ. അല്ല, ആരും കേറാത്ത കാടിനകത്ത് പാപ്പനും പിള്ളേരും. പാപ്പൻ കമോൺ എന്ന് പറയാം. അല്ല ഇത് അതെ പുതിയ അല്ല 6 പേരും കൂടി വന്നാൽ ഞാനേറ്റ്, ബാക്കിയൊക്കെ ഞാനേറ്റ്. അത് ബാക്ക് ഷോട്ടാണ് എടുക്കാനുള്ളത്. അത് ബാക്ക് ഷോട്ടും എടുക്കാം ഞാൻ. അത് ബാക്ക് ഫ്രണ്ടും വരും അതില്. അല്ല ബാക്കിൽ നിന്ന് ഞാൻ എടുക്കാം. ഇപ്പം 6 പേരും കൂടി വരുന്നുണ്ടല്ലോ. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാൻ കയറ്റടാ. ഞാൻ ഫ്രണ്ടോട്ട് നടക്കും. നിങ്ങൾ ഷാജി പാപ്പൻ സലാം വൃത്തിൻ. ആദ്യം മൂഡ് കാണാൻ കാണിക്കാന്ന്. അതിൻ്റെ ഇടയ്ക്ക് നടന്ന റീൽസ് എടുക്കൽ മഹാമഹാണ് ഈ കാണുന്നത്. റീൽസൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ ആദ്യമേ തന്നെ പോസ്റ്റ് ചെയ്തായിരുന്നു. അതിലോട്ടടി അല്ല അവര് വീഡിയോ അങ്ങോട്ടടി. എനിക്കറിഞ്ഞൂടാ. അതല്ലേ ഞാൻ പറഞ്ഞേ ഹസീന. പക്ഷെ എന്റെ സിംഗിൾ അല്ലേ ഉള്ളൂ. വേണ്ട, ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴേ അവന്മാരിൽ എന്തായാലും ഇത്ര സ്നാപ്സ് കാണൂല. ഈ സ്നാപ്സ് അവന്മാരെ കൊടുത്ത പൈസ ഇങ്ങോട്ട് മേടിച്ചാൽ ആൽബത്തിന് പൈസ മേടിക്കുന്നു പറയണം. നമ്മളെ സീനറി ലൊക്കേഷൻ അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് പയ്യനെ അതിനകത്ത് കയറ്റേണ്ടി വരും. പയ്യൻ എന്തിനാ? പയ്യൻ വേണം എന്റെ കല്യാണത്തിന് ബാക്ക്ഗ്രൗണ്ട്. അവന്റെ ഒക്കെ ജമ്മത്തവ എടുത്തു കാണൂല. ഇവിടെ പിന്നെ ഇത് അടിപൊളി. അല്ലെങ്കിൽ ട്രക്കിങ്ങിന് വരുന്ന ആരെങ്കിലും കിട്ടണം. അതെ അതെ അതെ. ഇത് എടുക്കാണോ? അവൻ പടം പിടിപ്പോടെ പിടിപ്പോ. അതെ. കുളിക്കിനടുത്ത് നമ്മൾ എന്തോ ഒരു ഷോട്ട് എടുക്കാൻ നിന്നല്ലോ. കുളിക്കിനടുത്ത് എന്തോ യശോദ. അത് യശോദ ഇങ്ങേരെ. ആര്? യശോദന്ന് വിളിച്ച് ജഗതിയുടെ റോള് ഇങ്ങേര്. നമ്മുടെ പാപ്പൻ യശോദ ചേട്ടൻ. ഫോട്ടോ അവള്
ഫോട്ടോ ഔൾ. അപ്പൊ അത് ചെയ്യോ? പടം മൂങ്ങ. അതായിരുന്നു എളുപ്പം. എന്ത് നിനക്ക് എടുക്കാനാ? അല്ല എല്ലാവർക്കും എടുക്കാനേ സോളോ ഉള്ളതെല്ലാം അത് ഞാൻ മറ്റേ ഇതിൻ്റെ ഇടാം, ഫോട്ടോകളിലിടാം. ചേട്ടാ എല്ലാരും എടുത്തിട്ട് ഞാൻ വരാം. ഈ രണ്ടാഴ്ച പ്രമോദയുടെ കടയിലില്ല. ഓൾറെഡി അതെ പ്രമോദയുടെ ഓൾറെഡി വിളിച്ച് പറഞ്ഞു കിളീരെടുത്ത് തത്തയില്ല, ഞാനില്ലെന്ന്. തത്ത, തത്ത പുതിയ പേരാണല്ലോ, ഒരാൾക്കുള്ള പേരായി കിളിയും തത്തയും. കിളി ഓൾറെഡി ഉണ്ട്, തത്ത മറ്റവളെ ഇടാം. അപ്പൊ പേരായി. കുറച്ച് ആംബിയറുള്ള ആർക്കെങ്കിലും വേഴാമ്പലൊന്നും കൂടി ഇട്ടു. അപ്പൊ പിന്നെ അഗസ്ത്യാർ കൂടെ പോയിട്ട് ഒന്നുകൂടി പേര് കിട്ടിയിരുന്നു. ഇന്നലെ അവരവിടെ നിന്ന് എനിക്കിട്ട് ട്രോളി. ഞാൻ ഇന്നലെ നെറ്റ് ഓൺ ചെയ്തു, അപ്പോഴേ നോക്കുമ്പോഴത്തേക്കും കടയിൽ നിന്ന് ചോദിക്കുകയാണ്, മുനി കൂടെ ഉണ്ടല്ലോ എന്ന്, സ്വാമി മുനി കൂടെ ഉണ്ടല്ലോ എന്ന്. ഇതെല്ലാം റെക്കോർഡിങ്ങിനാ? ഓ ഓഹോ, അറിഞ്ഞില്ല ഉണ്ണി, അറിഞ്ഞില്ല. നിന്റെ ജനറേഷൻ ഗ്യാപ്പാണ്. ഞാൻ ഇപ്പൊ എന്റെ മോന് 10 വയസ്സായപ്പോ അവനെ കൊണ്ട് വരാട് മുട്ട ഞാൻ കയറ്റിയത്. അതാണ് ഓടുത്ത വിടത്തില്ലല്ലോ. അതെ, നമ്മുടെ അച്ഛൻ നമ്മളെ ട്രക്കിങ് പഠിപ്പിച്ചില്ല. ഒരു എന്താ പറയാ 7th 8th പഠിക്കുമ്പോൾ കാർ ഓട്ടിക്കാനോ ബൈക്ക് ഓട്ടിക്കാനൊക്കെ അച്ഛൻ പഠിപ്പിച്ചു. അത്രേ ഉള്ളൂ. നമ്മുടെ അച്ഛൻ നമ്മളെ ട്രക്കിങ് പഠിപ്പിച്ചില്ല, എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അച്ഛനെ നമ്മളെ ട്രക്കിങ് പഠിപ്പിച്ചില്ല. അതെ, എന്റെ അച്ഛൻ പിന്നെ എന്നെ ട്രക്കിംഗ് പഠിപ്പിച്ചത്. രാവിലെ എണീച്ച് ട്രക്കിംഗ് ആണ്. ജനിച്ചു വളർന്നത് ഈ ജനറേഷൻ. അതാണ് എന്നെ വീട്ടിന്റെ വെളി വിടൂലായിരുന്നു ഒരു സമയം വരെ. പ്ലസ് 1 വരെ. നീ തിരുവനന്തപുരത്ത് ഏതൊക്കെ തിയേറ്ററിൽ കയറിയിട്ടുണ്ട്? തിരുവനന്തപുരത്ത് ഏകദേശം ഉള്ള തിയേറ്ററിൽ കയറി. അതിപ്പോലെ തിയേറ്ററിൽ, പണ്ടത്തെ തിയേറ്ററിൽ ഞാൻ എങ്ങനെ കയറണത്? പൊളിച്ചില്ലേ? ഞാൻ ജനിച്ചില്ലല്ലോ. തലേര മണ്ടേ കൂടി കയറി ടിക്കറ്റ് എടുത്തിട്ടുണ്ടാ? അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. ഇടികൂടി ടിക്കറ്റ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടാ. നമ്മള് 2000 ആണ് കേട്ടാ, മറ്റേ ഇപ്പോഴത്തെ മറ്റേതല്ല, ജെൻസി അല്ല. ജെൻസി 2000 ഇതാണോ നമ്മുടെ കുട്ടേട്ടന്റെ? കുട്ടേട്ടാ കുട്ടേട്ടാ കുട്ടേട്ടാ, ഇതെങ്ങനെ അകത്തോട്ട് പോകും? ഇവിടെ ഇത്ര ദൂരം ആന ഇറങ്ങിയത് ഇങ്ങനെ കണ്ടവര്. അത് മാത്രമല്ല, പടക്കം പൊട്ടി ആനയ്ക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോ. നല്ല കേൾവിയുണ്ടോ? കേൾവിയുണ്ട്, പക്ഷെ ഇത് ഇത്ര ദൂരം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിന്നേ കണ്ടപ്പോൾ പൊട്ടിച്ചായിരിക്കും. എന്തായാലും ഇത്രയും ദൂരം ഓടി വരത്തില്ലായിരിക്കും. പറയാൻ പറ്റില്ല, അത് നല്ല സ്പീഡല്ലേ. ഇവിടെ കുറച്ച് ഫ്രണ്ടിലായിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ആ കാട്ടിൽ നിന്നാണ് ആന ഇറങ്ങി വന്നതും അവർ പടക്കം പൊട്ടിച്ചിട്ട് അവർ ഫ്രണ്ടിലോട്ട് പോയി. നമ്മൾ ഇവിടെ നിന്ന് പിന്നെ നമ്മൾ അത്യാവശ്യം സ്പീഡിലാണ് പോയത്. ഇവിടെ വരെ നമ്മൾ എല്ലാം റീൽസും ഫോട്ടോ എടുപ്പും ഒക്കെ ആയിട്ടായിരുന്നു വന്നത്. അടുത്തത് അട്ടയാർ വരെ നമ്മൾ ഫാസ്റ്റായിട്ട് എത്തിയായിരുന്നു. അട്ടയാർ ബേസ് ക്യാമ്പിൻ്റെ അവിടെ വരെ കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ അട്ടയാർ ക്യാമ്പ് ഷെഡ് എത്തുന്നതാണ്. ഓറഞ്ച് എടുക്കടാ. പൈസ ഒന്നും അനങ്ങുന്നില്ല. മറ്റേ മരുന്നുണ്ടെങ്കിൽ ഒന്നും അടിക്കാൻ പുറത്തൂടെ അടിക്കാതെ വഴിയുള്ളൂ. ഇത് ഇതാണോ ഇത്? പിന്നെ നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്തത് ഇവിടെ ഈ അട്ടയാർ ക്യാമ്പ് ഷെഡിൽ വന്നിട്ടാണ്. ഇവിടെ ഇരുന്നിട്ട് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പിന്നെ യാത്ര തിരിച്ചത്. പിന്നെ അട്ടയാർ ക്രോസ് ചെയ്തു.
ഈ കാണുന്നതെല്ലാം നല്ല പ്രായമുള്ള മരങ്ങളായിരിക്കും. നല്ല സൈസും നല്ല ഹൈറ്റും ഉള്ള മരങ്ങളാണ് എല്ലാം ഇവിടെ കാണുന്നത്. അതെ, ഇനി വഴിയില്ല. ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകുന്നൊരു വഴിയാണ് ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മണ്ണിടിച്ചിലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ വഴി പിന്നെ ഫുള്ള് ബ്ലോക്കാവും. പിന്നെ ഏത് വഴി വരുമെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അത്രയും ഇടുങ്ങിയ വഴിയാണിത്. ഒരുപക്ഷെ ക്യാമറയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും. ഇവിടെ വാഴവന്തോള് ഇവിടെ ഉണ്ടോ? സാധാരണ വാഴവന്തോള് വെള്ളം ചേർക്കുന്നത് അവിടെ കണ്ടെടുത്തുണ്ട്, ചെക്ക് പോസ്റ്റിന്റെ അവിടെ. കൈ എങ്ങനെ കാണിക്കുന്നുണ്ടോ? ഒരു വാട്ടർഫോൾസ് കഴിഞ്ഞ് അത് ക്രോസ് ചെയ്ത് കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ അടുത്തൊരു വാട്ടർഫോൾസ് വരുവാണ്. ഇഷ്ടംമാതിരി വാട്ടർഫോൾസാണ് ഇവിടെ. മാമി പെട്ടെന്ന് വരൂ, അഭിനയിച്ച് തീർക്കാനാ. എന്താ പെട്ടെന്ന് പറയും. ഇത് ഓണാക്കുമ്പോ സാറ് നിൽക്കും ചേട്ടാ. എന്താണ് കാര്യം എന്ന് എനിക്ക് ഇവിടെ. ഇത് ഞാൻ എപ്പോഴും ഓണാക്കിയാലും അവിടെ കാണും ഇങ്ങനെ. അതിനിടെ കൂടെ ഇൻസൗണ്ട് വന്നു. സൂപ്പറാടാ. ഇനി കണ്ണൻ്റെ കുറച്ച് തള്ളു കേൾക്കാം. ഞാൻ നിങ്ങളോട് വന്നിട്ടാണ് 2 പ്രാവശ്യം എൻ്റെ ഫോണിൽ ഫോട്ടോസ് ഏറ്റവും കുറച്ചെടുത്തു. അന്ന് ഉറുമ്പിക്ക വന്നപ്പോഴും ഞാൻ എൻ്റെ ഫോണിൽ ഫോട്ടോ എടുത്തില്ല. അതെടാ, നീ എടുക്കാതെ നിന്റെ കൈ കയറി പിടിച്ചിരുന്ന. അല്ല, നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ അത് നീ അല്ലെങ്കിൽ സോളോ അല്ലേ പൊക്കോണ്ടിരുന്നേ. പുത്രങ്ങളെ പോട്ടെ, വണ്ടി പോട്ടെ. സന്തോഷിക്കാൻ എവിടെ നിന്ന് ഫോട്ടോ എടുക്കണ്ടേ? അത്ര സന്തോഷം വരൂല, ഫോട്ടോ എടുക്കാം. അവിടെ താഴത്തെ ക്യാമ്പ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ട്. ഏത് ക്യാമ്പ്? അല്ല, ടിക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇരിക്കണം. കാറാരോട്ടിക്കണം. അമ്മച്ചി, അമ്മച്ചി നെല്ലിക്കാണോ? ഷൂ വരണം കയറാൻ. ചോരന്ന് അടിച്ചെങ്കിൽ ഇപ്പൊ എനർജി വരുന്നല്ലേ. സെറ്റ് ആയിരുന്നു. അതുവരത്തെ റീചാർജിങ് ആണ് പറഞ്ഞത്. അയ്യോ ഗായ്സ്, നമ്മൾ 1 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. അഗസ്ത്യാകൂടം ഫിനിഷ് ചെയ്യാൻ പോകുന്നു. അതെ, വിജയകരമായി ഫിനിഷ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ 18 കിലോമീറ്ററിന്റെ രാവിലത്തെ യാത്ര. ഒരു രക്ഷയില്ല. വല്ലാത്തൊരു അനുഭവം. കേരളത്തിലെ ഏറ്റവും ടഫസ്റ്റ് ട്രക്കിംഗ് ഇപ്പം എന്താ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 1 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ അത് നമ്മൾ പരിസമാപ്തിയിലെത്തുന്നത്.
ഇത് ഫസ്റ്റ് ഇന്ത്യയിലെ രണ്ടാമത്തെ എന്തോ അതറിയത്തില്ല. ഇന്ത്യയിലെ രണ്ടാമത്തെ ആവാൻ ചാൻസ് ഇല്ല. ഇല്ല സെക്കൻഡും തേർഡും ഒന്നും ആയിരിക്കില്ല. ഇന്ത്യയിലെ മൊത്തത്തിൽ നോക്കുമ്പോൾ ആസ്യാരോണം വരത്തില്ല. മറ്റേ ഇവിടെ ഉണ്ട് ഉത്തരാഖണ്ഡിൽ കുറെ സ്ഥലങ്ങളുണ്ട്. മഹാരാഷ്ട്രയിൽ കുറെ ഉണ്ട്. 6 ദിവസം 7 ദിവസം എയർപോർട്ട് അത്ര ഹാർഡൊന്നുമില്ല. ഉത്തരാഖണ്ഡിൽ കുറെ ഉണ്ടല്ലോ. മഹാരാഷ്ട്ര വേറെ കുറെ ഫോർട്ട് ഉണ്ട്. കുമാര പർവ്വതം ഇല്ല, അത് തന്നെ ഇതേപോലെ തന്നെ 18 കിലോമീറ്റർ പരിപാടിയാണ്. ഇല്ല അത് കുമാരപർവ്വതം കുറവാണ്. ഇത്രയില്ല. 18 കിലോമീറ്ററിനുണ്ട് 2 റൂട്ടുണ്ട്. അല്ല 18 കിലോമീറ്റർ 2 സൈഡും കൂടെയാണ്. ടോട്ടൽ 18 കിലോമീറ്റർ 2 റൂട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഐക്കോണിക് സീനിക്ക്. അതിപ്പോ ഭയങ്കര പാടാണ്. മറ്റേ ക്ലൗഡ് ബെഡ് പറഞ്ഞ സ്ഥലം. അവിടെ പക്ഷേ ഈ ക്യാമ്പിംഗ് ഇല്ലാത്തതുകൊണ്ട് ഒറ്റയടിക്ക് കയറി ഇറങ്ങുന്നു. അത് തന്നെ. അത് രണ്ടല്ലേ 2 ആൻസറല്ലേ 18. അതെനിക്കറിയില്ല. തന്നെ മൊത്തം ടോട്ടൽ 18 ആണ്. അതിപ്പോ ഒരു ദിവസം ഒറ്റ സ്ട്രെച്ചിലല്ലേ അത്രയും വരുന്നത്. ഇത് 18 6 24 48 കിലോമീറ്റർ 52 ആയിരിക്കും. 52 കിലോമീറ്റർ 6 കിലോമീറ്റർ ഒക്കെ തന്നെ. അത് 6-6.5 കിലോമീറ്ററേ ഉള്ളൂ. അത് ഈ 54 പറയണ എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ ബോണക്കാടില്ലേ, വീട്ടിൽ നിന്നല്ല, ബോണക്കാടുണ്ടല്ലോ, ബോണക്കാട് നിന്ന് ബസ് അതുവരെ വരുള്ളൂ. അപ്പൊ ബാക്കി ബസ് ബോണക്കാട് വരെ വരുള്ളൂ. അപ്പൊ അവിടെ നിന്ന് 1.5 അല്ല 2 കിലോമീറ്റർ ആണ്ടുണ്ട്. 2-3 കിലോമീറ്റർ 1.5 ഒന്നുമല്ല, 1.5 കൂടുതലുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 16.5 കിലോമീറ്റർ. ഇവിടെ കന്നാസ് കടലാസ് എവിടെ പോണേ? എങ്ങോട്ടാ? പാട്ട ഉറക്കാനാ? കന്നാസും കടലാസും കൂടിയേ പാട്ട ഉറക്കാൻ പോവാന്ന്. കഥ പറയാ. ഞങ്ങളുടെ ഒപ്പം നിങ്ങൾ എത്തുന്നില്ല, എന്ത് ചെയ്യാനാണ്? പ്ലേറ്റ് മാറ്റിയിട്ടോ. ബാത്റൂമോട്ട് കാണിച്ചിട്ടാണ് പ്രതീക്ഷ ഇന്നൊന്ന് പറയണ. ഈ വലിയ മരം, ആ മരത്തിനെ ചുണ്ട്, ബാത്റൂമിനെ പറയല്ലേ. ദാണ്ടടക്കണ മരം ദാണ്ടടക്കണ ബാത്റൂം. എല്ലാം ഉള്ളവരൊക്കെ പറക്കി കൊടുത്താൽ മതി. ആ കടലാസ് ആരുടെ ഇരിക്കുന്നത്? അതല്ലേ ഞാൻ പറഞ്ഞത്, പ്രതീക്ഷയുടെ രംഗവരം ആകെ കൂസ്. അതെ, നമുക്ക് നമ്മൾ എത്തി ചേട്ടാ. അപ്പൊ ഇനി റേഞ്ച് വരണമല്ലോ. അങ്ങനെ നമ്മുടെ അഗസ്ത്യാർകൂടം സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും എല്ലാ വീഡിയോസും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും വരും, കടന്നു വരൂ. ഈ വൈകിയ വേളയിൽ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. നമ്മൾ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 52 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത് ആർക്കും ഒരു പരിക്കുമില്ല. എല്ലാവരും സേഫായിട്ട് ഹാപ്പിയായിട്ട് എത്തിയിരിക്കുകയാണ്. നല്ലൊരു ടീമായിരുന്നു. അങ്ങനെ നമ്മൾ അഗസ്ത്യാർകൂടം പരിസമാപ്തിയിലായി. ലൈഫിൽ വലിയൊരു അച്ചീവ്മെന്റ്. ഞാൻ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ചെറിയ വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ടയർ പോകുന്നു. എൻ്റെ വണ്ടിയുടെ ടയർ പോയത് മാറ്റിയിട്ടിട്ട് സ്റ്റെപ്പിന് ഇട്ടിട്ട് പോകുന്ന സീനാണിത് കാണുന്നത്. അങ്ങനെ അഗസ്ത്യാർകൂടത്തിൽ നമ്മുടെ ടയർ മാറ്റലും സംഭവിച്ചിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ പോയവരെല്ലാവരും സേഫ് ആൻഡ് സക്സസ് ആയിട്ട് അഗസ്ത്യാർകൂടം കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇനി ഉടനെ വീണ്ടും വരാനുള്ള പ്ലാൻ ഉണ്ട് എല്ലാവർക്കും. എല്ലാവരും വരിക. സൂപ്പർ ട്രിപ്പായിരുന്നു. ബാക്കിയുള്ളവർ പറ. ലൈഫിൽ വൺ ഓഫ് ദ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള സംഭവമാണ്. ഇതുവരെ ലൈഫിൽ ഇതേപോലെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. വന്നത് തന്നെ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ഏറ്റവും വലിയൊരു ലൈഫിൽ അച്ചീവ്മെൻ്റ് തന്നെയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു അടിപൊളി ടീമും ആയിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര സന്തോഷം. സെക്കൻഡ് ടൈം എൻ്റെ ഫേവറേറ്റ് സ്ഥലം. ഓക്കെയാണ്, സെറ്റാണ്, പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസ്, വണ്ടർഫുൾ അനുഭവം തന്നെയാണ്, അനുഭവിക്കേണ്ടത് തന്നെയാണ്. സൂപ്പർ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളി മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത്.
അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.